അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ ആദ്യം മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്നതും ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മജീദ് സാറും അദ്ദേഹത്തിൻ്റെ തലമുറയും ഈ നാടിനും നാട്ടിലെ ജനങ്ങൾക്കും വേണ്ടി നടത്തിയ നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഒരു കടലിരമ്പമാണ്. എ മജീദ് അനുസ്മരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി 67 മുതൽ 77 വരെ 4 ഗവൺമെൻറ്റുകളുടെ ചീഫ് വിപ്പായി 1-ാം നിയമസഭയിലും 3-ാം നിയമസഭയിലും 4-ാം നിയമസഭയിലും 5-ാം നിയമസഭയിലും കേരളത്തിൻ്റെ നിയമസഭാ അംഗമായി 52-ലും 54-ലും തിരുകൊച്ചി നിയമസഭയിൽ അംഗമായി ജനയുഗം ഉൾപ്പെടെ നിരവധി പത്രപ്രവർത്തന രംഗത്തിന് ഇങ്ങനെ തുടരുന്ന എ മജീദ് അനുസ്മരണം എന്ന് പറഞ്ഞാൽ മജീദ് സാറിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കാൻ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മജീദ് സാറിനെ അനുസ്മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എ മജീദും അദ്ദേഹത്തിൻ്റെ തലമുറയും ആ കാലഘട്ടവും അനുസ്മരിക്കപ്പെടുകയാണ് അക്ഷരാർത്ഥത്തിൽ. കേരളം 1957 ആദ്യ ഗവൺമെൻറ്റിന് വഴിയൊരുക്കിയ ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവസരമുണ്ടായ ആ ഗവൺമെൻറ്റിൻ്റെ തലോടൽ ഏറ്റുവാങ്ങി വിപ്ലവകരമായ തീരുമാനങ്ങൾ കേട്ട് രോമാഞ്ചമുണ്ടായി അതിൻ്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കേരളത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ഓർക്കും. കേരളത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഫെബ്രുവരി 28 നടന്ന ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് കേരളത്തിന് മാത്രമല്ല ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മറക്കാനാകാത്ത ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പുള്ളൊരു കേരളമാണ് യഥാർത്ഥത്തിൽ നാം ആദ്യം ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു കാര്യം.